ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്ന ബോക്സിന് വേണ്ടിയുള്ള ഇത്രയും മാരകമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി കണ്ടിട്ടില്ല. Pokemon one of the most anticipated products in a very long time. 151 Blooming Water Premium Collection Box. ഈ ബോക്സ് ഇറങ്ങിയപ്പോൾ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് $90 അഥവാ 5000 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. പക്ഷേ ഈ ബോക്സ് സെക്കൻഡറി മാർക്കറ്റിൽ ഇന്ന് $230 അതായത് 13000 രൂപയ്ക്കാണ് വിറ്റ് പോകുന്നത്. Pokemon ആദ്യമായി റിലീസ് ചെയ്ത 151 കാൻഡോ റീജിയൻ Pokemonനെ ഫോക്കസ് ചെയ്യുന്ന ഈ സെറ്റിലെ മെയിൻ ചേസ് കാർഡ് Charizard EX വിത്ത് പ്രൈസ് ഓഫ് 17000 ഇന്ത്യൻ റുപ്പീസ്. അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സ് EX ആൻഡ് Venusaur EXും ചേസ് സെക്കൻഡിൽ ഉൾപ്പെട്ടതാണ്. ആൻഡ് ഈ ബോക്സിൽ മാത്രം കിട്ടുന്ന ബ്ലാസ്റ്റേഴ്സ് ജംബോ കാർഡ് കൂടാതെ കുറച്ച് പ്രൊമോ കാർഡ്സ് പ്ലസ് 12 151 ബൂസ്റ്റർ പാക്സും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബോക്സ് ഇതാ ഇവിടെ റെഡിയാണ്. ബ്ലൂമിംഗ് വാട്ടേഴ്സിന്റെ പ്രീമിയം കളക്ഷൻ ബോക്സ്. ആക്ച്വലി ഇതെനിക്ക് തുറക്കണം കുറേ കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം നമുക്ക് കൈ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു അവൈലബിലിറ്റി ഇഷ്യൂ ഇതിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാര്യം ഇതിപ്പോൾ കോസ്കോയിലൊക്കെ ആൾക്കാർ ഇത് കെട്ടുകണക്കിന് സാധനം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര അവൈലബിലിറ്റി ഇഷ്യൂസ് ഇതിനുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പുൾ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാം എന്നാണ് കേട്ടത്. നമുക്ക് കിട്ടുന്ന ബോക്സിൽ എന്തായി തീരും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇതിന് ജനറലി 151ൻ്റെ ബ്ലൂമിംഗ് വാട്ടേഴ്സ് എഡിഷനിൽ അത്യാവശ്യം നല്ല പുൾ റേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ബോക്സിൽ മെയിനായിട്ട് നമുക്ക് ഒരു ബ്ലാസ്റ്റേഴ്സ് EXൻ്റെ ജംബോ കാർഡ്. ഇത് നോർമലി നമുക്ക് പ്രൊമോയിൽസിൽ കിട്ടുന്ന കാർഡ്സ് അല്ലെങ്കിൽ നോർമൽ നമ്മൾ പാക്ക് ചെയ്ത് പുള്ളി ചെയ്യാൻ പറ്റുന്ന കാർഡല്ല. എക്സ്ക്ലൂസീവായിട്ട് ഈ ബോക്സിന് മാത്രമുള്ളൊരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഈ കാർഡിന്. അതായത് ഞാനിപ്പോൾ എൻ്റെ കൈ വെച്ച് ഞാൻ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എൻ്റെ കൈയുടെ ഓൾമോസ്റ്റ് നല്ല കൈയുടെ അത്ര തന്നെ ഉണ്ട് സാധനം. സോ ഇങ്ങനത്തെ കാർഡ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി നമ്മൾ നോർമലി വേറെ തന്നെ ഒരു ബൈൻഡറാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കാറ്. ആൻഡ് ബൾബസോർ, സ്കോട്ടൽ, വീനസോർ, ബ്ലാസ്റ്റേഴ്സിൻ്റെ 3-4 പ്രൊമോ കാർഡ്സ് കൂടി ഉണ്ട് ഇവിടെ. സോ ആക്ച്വലി ഇത് ലൈക്ക് പ്രൊമോ അല്ല, കാര്യം ബ്ലാക്ക് ഷെയർ പ്രൊമോ കാർഡ്സ് അല്ല. ബ്ലാക്ക് ഷെയർ പ്രൊമോ ആണെങ്കിൽ ലൈക്ക് താഴത്തെ ഒരു പ്രൊമോ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടേനെ. അതിനിവിടെ ഇല്ല. ഇത് നോർമലി സെറ്റിലൊക്കെ തന്നെ കാർഡ്സാണ്. ആൻഡ് ഈ ബോക്സ് ഗൈസ് മാസീവ് ആണ്. എൻ്റെ ഫ്രെയിമിൽ തന്നെ ഈ സാധനം ഒതുങ്ങുന്നില്ല. ആൻഡ് ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. സോ ബാക്ക് സൈഡിൽ മെയിൻലി എന്തൊക്കെയാണ് ഈ പാക്സിലുള്ളതെന്നും ആൻഡ് ബ്ലൂമിംഗ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീനസോറിൻ്റെയും ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒരു വാട്ടർ ആൻഡ് എന്താ പറയുക ഗ്രാസിൻ്റെ ഒരു കോമ്പിനേഷൻ ബോക്സ് പോലെയാണ്. ആ ഒരു തീമിലാണ് അവർ ബേസിക്കലി ഇത് നെയിം ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മെയിൻലി 4 ഫോയിൽ കാർഡ്സ് ഫീച്ചറിങ് നമ്മൾ നേരത്തെ കണ്ട സാധനം, 1 ഓവർ സൈസ്ഡ് ആൻഡ് 12 TCG ബൂസ്റ്റർ പാക്സും ആൻഡ് ഒരു കോഡ് കാർഡും ഉണ്ടാവും. സോ അതാണ് നമ്മുടെ ഈ ബോക്സിലെ മെയിൻ കണ്ടൻസ്. ആക്ച്വലി ഗൈസ് ഇതിൻ്റെ സ്റ്റോറേജ് തന്നെ വളരെ വിഷയമുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷിയർ സൈസ് കൊണ്ട് തന്നെ ഉള്ളൊരു സംഭവമാണ്. ആൻഡ് നമ്മുടെ ഈ ഫ്രെയിമിൽ തന്നെ ഈ സാധനം ഒതുങ്ങാൻ നല്ല പാടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഒന്നാമത് ഇതിൻ്റെ അവൈലബിലിറ്റി സീൻ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ സാധനം കിട്ടിയത്. ആൻഡ് ഇതിൻ്റെ പുൾ റേറ്റും കൊള്ളാമെന്ന് കേട്ടു. സോ അപ്പോൾ നമുക്ക് നേരെ ഈ സാധനം ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിക്കുമ്പോൾ സാധനം വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്നോടൊന്നും തോന്നരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലാണ്ട് തന്നെ ഈ ഫ്രെയിമിൽ കിട്ടാൻ ഈ ബോക്സ് നല്ല പാടാണ്. സോ നമുക്കിതിനെ ഒരു മാനേജബിൾ സൈസിലേക്ക് ആക്കാം. ഓ ഗൈസ്, അടിപൊളി. സോ ഇങ്ങനെയാണ് ശരിക്കും ഈ സാധനം ഇരിക്കുന്നത്. നമ്മുടെ കാർഡ്സ് എല്ലാം നമ്മുടെ നൈസായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് പുറത്തെടുക്കാം. മെയിൻലി ഈ ബോക്സ് നമുക്ക് മാറ്റാം. എന്നിട്ട് ആദ്യം നമ്മുടെ ജംബോ കാർഡ്. ഒന്നുമില്ല ഗൈസ്, ഇത് നോർമൽ ഒരു കാർഡ് തന്നെയാണ്. അതായത് നോർമൽ കാർഡ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് പറഞ്ഞില്ല, ഒരു നോർമൽ കാർഡ് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഈ ജംബോ ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ നോർമലി ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്പർ 9 ആണ്. ആ 9 151 എന്ന് പറഞ്ഞ സെറ്റിൽ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്പർ 9 തന്നെയാണ്. ജസ്റ്റ് എന്താ പറയുക, ഒരു കാർഡ് ജംബോ സൈസ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കാണാൻ ഭയങ്കര അടിപൊളിയാണ് ഗൈസ് ഈ കാർഡ്. ഇതിൻ്റെ പാറ്റേൺസും കാര്യങ്ങളും ഇപ്പോൾ ഞാനിവിടെ ഈ ലൈറ്റിൻ്റെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ കാർഡ് നേരിട്ട് കാണാനും ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് നമുക്ക് നേരെ ഇതിൻ്റെ പ്രൊമോ കാർഡ്സിലേക്ക് കിടക്കാം. ആൻഡ് ഈ പ്രൊമോസ് വെച്ചേക്കുന്ന ആക്ച്വലി ബാക്കിലാണ്. ബാക്കിൽ നിന്നൊരു സാധനം ഇങ്ങനെ പോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് പ്രൊമോ എല്ലാം കിട്ടും. സോ വീനസോർ, ബ്ലാസ്റ്റേഴ്സ് വീനസോറും ബൾബസോറിൻ്റെ 2 കാർഡും പിന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെയും സ്കോട്ടിലിൻ്റെയും കാർഡും ആണ് ഉണ്ടാകുക. സോ ഇതാണ് ഈ പാക്കിൽ. ഇത് ആക്ച്വലി പ്രൊമോ കാർഡ്സും പറയാം, പക്ഷേ ഇത് ശരിക്കും പ്രൊമോ അല്ല. ഇത് നമ്മുടെ സെറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്ന 2 കാർഡ്സാണിത്. ആൻഡ് ആർക്കെങ്കിലും കോഡ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ കോഡ് കാർഡ് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്. സോ കോഡ് കാർഡ് വേണ്ട ഒരു കോഡ് കാർഡ് എടുത്തോളൂ. ആൻഡ് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ എത്ര ബാക്ക് 12 151 ബാക്ക്. കാര്യം 151 പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ.
ഈ മോഡേൺ സെറ്റ്സ് ഇറങ്ങിയതിൽ 151 ഇറങ്ങിയതോടെ ആൾക്കാർക്ക് പ്രാന്തായത്. അതായത് ഫസ്റ്റ് ഇത് ശരിക്കും നൊസ്റ്റാൾജി അൺലോക്ക് ചെയ്യുന്ന സെറ്റാണ്. അതായത് ആദ്യം പോക്കിമോൺ കണ്ടു തുടങ്ങിയവർക്ക് തൊട്ടേ ഉള്ള ഒരു തുടങ്ങിയ സീരീസിലെ പോക്കിമോൺസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പാക്ക് ഇറങ്ങുമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബേസിക്കലി പ്രാന്ത് പിടിച്ച പോലെ കുറേ പേര് ഇത് ആക്ച്വലി മേടിച്ചു. എന്നിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് ആണെങ്കിൽ ഒട്ടും കിട്ടാനുമില്ല. അപ്പോൾ നമ്മുടെ പാക്സൊക്കെ നമുക്ക് ഇവിടെ നിരത്തി വെക്കാം. ആൻഡ് നമുക്കൊരു നേരെ കാര്യം ചെയ്യാം, നമുക്ക് നേരെ പാക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ 12 പാക്സ് എന്താ ഇവിടെ സെറ്റാണ്. ആൻഡ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജംബോ കാർഡ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പാക്സ് തുറക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലത്തെ ഒരു സ്ലീവ്, കാർഡ് സ്ലീവും പിന്നെ ഒരു ഡിസ്പ്ലേ സ്റ്റാൻഡ്. നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഹിറ്റ് കിട്ടിയാൽ ഈ ബോക്സിന് ഞാൻ പറഞ്ഞില്ല, ഈ ബോക്സിന് അത്യാവശ്യം നല്ലൊരു ഹിറ്റ് റേറ്റ് ഉള്ളതാണ്. ആദ്യം ഇത് ഇറക്കിയപ്പോൾ അത്ര ഇല്ലായിരുന്നു, ബട്ട് രണ്ടാമത് ഇറക്കിയപ്പോൾ 151ൻ്റെ ബ്ലൂയിങ് വാട്ടേഴ്സിന് എല്ലാവർക്കും ഹിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കിമോൺ കളക്ടേഴ്സിന്, അതായത് ഈ ഹോബിയിൽ നിന്ന് വിട്ടുപോയ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ കളക്ടേഴ്സിന് എല്ലാവരെയും ബേസിക്കലി കളക്ടിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു സെറ്റാണ് 151. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് നേരത്തെ പറഞ്ഞാൽ നൊസ്റ്റാൾജിക് വാല്യൂ ഉണ്ട്. ആ നൊസ്റ്റാൾജിക് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആൻഡ് ഇതിനകത്ത് ആർട്ട് വർക്കും കാണാൻ അത്യാവശ്യം അടിപൊളിയായതുകൊണ്ട് തന്നെ ഇതെല്ലാം കളക്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കുറേ പേര് ഇതിനകത്തോട്ട് റിട്ടേൺ ചെയ്തായിരുന്നു. കോൾബാറ്റ് ചാൻസി. സോ ഫസ്റ്റ് പാക്കിലൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തുറന്ന പോലത്തെ നമ്മുടെ പ്രിസ്മാറ്റിക് സൊല്യൂഷൻ പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല ഫുൾ റേറ്റ് ഉള്ള സാധനമാണ്. ആദ്യം ഇപ്പോൾ ഇതിനകത്ത് മെയിൻ ചേസ് കാർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചാർസോഡിനും ബ്ലാസ്റ്റേഴ്സിനും പിന്നെ സോറിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ടായിരുന്നു. ഓ ഗൈസ്, ഇതാണ് ഇത് ഈ പാക്കിലുള്ളൊരു സ്പെഷ്യൽ എനർജി ടൈപ്പാണ്. അപ്പോൾ ആ ചാർസോഡിൻ്റെ വീനസോർ റിയാക്സിനൊക്കെ നല്ല ആദ്യമേ റിലീസ് ചെയ്തപ്പോൾ അത്യാവശ്യം വാല്യൂ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും നോർമലി ജനറൽ ഒരു സാധനം പോലെയാണ്, ജനറൽ ഒരു സെറ്റ് പോലെ ട്രീറ്റ് ചെയ്തത്. പക്ഷെ പെട്ടെന്നായിരുന്നു ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഇതിന് എല്ലാത്തിനും വില കൂടി. റാബ്ര ആൻഡ് ഗാരഡസ് ഈ പാക്കിലൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ വില കൂടിയതും എനിക്ക് തോന്നുന്നത് ആദ്യമേ 5000 രൂപയായിരുന്നു നമ്മുടെ ഇതിനകത്ത് ചേസ് കാർഡായ ചാർസോഡി എക്സിന് ഉണ്ടായിരുന്നു. ഒറ്റയടിക്കാണ് അത് 15,000-ലേക്ക് പിന്നെ അങ്ങനെ ഹൈ ആയിട്ട് പോയത്. ബട്ട് ആ ഒരു ഹൈ പീരീഡ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ മാസ്റ്റർ സെറ്റ് കംപ്ലീറ്റ് ചെയ്യും. മാസ്റ്റർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിലെ എല്ലാ കാർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് ഈ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓൺലി ടോട്ടൽ ഹിപ്നോ, ഒഡിഷ്, മെറ്റപ്പോട്ട്, ഫ്ലേറിയോൺ. ഇത് മിക്കവാറും ഫ്ലേറിയോൺ കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിസ്മാറ്റിക് പോലെ ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഈ പാക്കിൻ്റെ ആർട്ട് വർക്ക് തന്നെ അത്യാവശ്യം നൈസാണ്. ഇപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്, അതായത് ഇവിടെ നമ്മുടെ ഒരു 4-5 മാസം മുന്നേ ഈ ഒരു ഒറ്റ പാക്ക് മേടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നോർമലി ഇത് $8 ഒരു പാക്കിന് വില. അതായത് നമ്മുടെ നാട്ടിലെ 450 രൂപ ടു 500 രൂപ റേഞ്ച് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് $20, അതായത് 1000 രൂപ വരെ ഒരു പാക്കിന് പോയി ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. ആൻഡ് ഇതിൽ ജാപ്പനീസിനും ഒടുക്കത്തെ ഡിമാൻഡാണ് ആക്ച്വലി. മെഗ്മാർ, ഹോസി, ആബ്ര, എക്സിക്യൂട്ടർ, റിജിറ്റ്മാൻഡ്. കമോൺ ഗൈസ്, നമുക്ക് ആദ്യത്തെ ഹിറ്റ് കിട്ടുമോ? ഗോൾഡക്ക്, പൊളിവാഗ്, ഡ്രാഗണൈറ്റ്. ഗൈസ് ഇതുവരെ നമുക്ക് ഹിറ്റ്സ് ഒന്നുമില്ല. ബട്ട് നമുക്ക് ഇനിയും കുറച്ച് പാക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോകാം. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഒറിജിനൽ പോക്കിമോൺ കാർഡ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫൈനലി നമ്മുടെ വെബ്സൈറ്റ് റിലീസായിട്ടുണ്ട്, pokimachan.in. അപ്പോൾ മെയിൻലി അതിനകത്ത് ഇപ്പോൾ ജാപ്പനീസ് പാക്സ് ആണുള്ളത്. അതായത് സ്റ്റാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്സും അല്ലാത്തവർക്ക് കുറച്ച് പുതിയ സെറ്റ് ബ്ലാക്ക് ബോൾഡ് ആൻഡ് വൈറ്റ് ഫ്ലെയറിൻ്റെ കാർഡ്സൊക്കെ അതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് അത് അങ്ങനത്തെ കാർഡ്സോ അല്ലെങ്കിൽ പാക്സോ കളക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പാരസ്, ഓൾട്ടോർ, ക്രാബി, സാൻഷ്രൂ, മാഗ്നട്രോൺ, ക്വീൻ, റിബൽ, സ്റ്റാറിയൂ, മ്യൂവിഎക്സ്. ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഹിറ്റ് ഇതാ ഇവിടെ റെഡിയാണ്. ഇതൊരു അൾട്രാ റെയർ കാർഡാണ്. അത്യാവശ്യം നൈസ്. ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതായത് പെട്ടെന്ന് നമുക്കൊരു ഐ ക്യാച്ചിങ് പാറ്റേൺ ആണ് ആക്ച്വലി. സോ നമ്മുടെ ഫസ്റ്റ് ഹിറ്റായിട്ട് നമുക്ക് കണക്കിലെടുത്ത് നമുക്ക് നേരെ ഇത് സ്ലീവ് ചെയ്തിട്ട് നമുക്കിവിടെ വെക്കാം. ആൻഡ് ഇതിന് മുന്നേ, അതായത് ഞാൻ ഇഷ്ടം പോലെ 151ൻ്റെ പാക്ക് തുറന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ തുറന്നേക്കുന്നത് 151 ആയിരിക്കും. അതിനകത്ത് നമുക്ക് മെയിൻ ചേസ് കാർഡായ ബ്ലാസ്റ്റോയ്സും വീനസോറും ചാർസോളൊക്കെ നമുക്ക് കിട്ടിയാണ്. ഓൾറെഡി നമ്മൾ ഗ്രേഡിങ്ങിന് അയച്ചിട്ട് തിരിച്ചു വന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിന്
ഒരു PSA 10 പോലും നമുക്ക് കിട്ടിയില്ല. PSA 8ഉം ചാർസോണിന് PSA 8ഉം ബാക്കി 2 PSA 9ആണ് തിരിച്ചു വന്നത് എനിക്ക്. പക്ഷെ അത് ജെനുവിൻലി എനിക്ക് ഒന്നുകൂടി തിരിച്ചയക്കണമെന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത്ര 8 കിട്ടേണ്ട കണ്ടീഷൻ എന്തായാലും ആ കാർഡിനില്ല. ബാക്കി 9 കിട്ടിയ കാർഡ്സിനൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി അത് അയക്കണം എന്നുണ്ട്. സോ പാക്കിൽ എന്താണെന്ന് നോക്കാം. എക്സിക്യൂട്ടോർ, ട്രാവലർ, ആർക്കനൈൻ, കോഫിംഗ്, വിക്ടറി ലാസ്റ്റ് വൺ മിസ്റ്റർ മൈൻ. കിട്ടിയില്ല ഗൈസ്. ഈ പാക്ക് ഒരു ഹിറ്റും ഇല്ല. ആൻഡ് ഈ ഞാൻ പറഞ്ഞില്ല ഇതൊരു ഹൈലി നൊസ്റ്റാൾജിക് സെറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ ബേസിക് സ്റ്റാർട്ടർ പോക്കിമോൺ അല്ലാതെ ഇപ്പോൾ പോക്കിമോണിൻ്റെ ഫസ്റ്റ് സീസൺ കണ്ട എല്ലാവർക്കും അപ്പോൾ ആ ഒരു കാർഡ് തുറക്കുമ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടും. കാര്യം പുതിയ പോക്കിമോണിൻ്റെ സാധനങ്ങളൊക്കെ കുറേ പേര് വിട്ടുപോയിട്ടുണ്ടാകും. പക്ഷേ ഈ സെറ്റിന് ഇറങ്ങിയ എല്ലാ കാർഡ്സും ഇതായിട്ട് നമുക്ക് ഒരു ബേസിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പോക്കിമോൺ എനിക്ക് അറിയാം, അങ്ങനെ നമ്മളല്ലെങ്കിൽ ഇത് കണ്ടതാണ്, ആ ജേണി കണ്ടതാണെന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് വാല്യൂ ആണ്. മെയിൻലി ഇത് പോക്കിമോണിൻ്റെ ഒരു ട്രെൻഡ് ആൻഡ് ഹൈപ്പ് തിരിച്ചു കൊണ്ടുവന്നൊരു സെറ്റാണിത്. അതുകൂടാതെ ഇത് ഇറങ്ങിയ സമയത്തിന് എനിക്കത് ഒരു 2 വർഷം മുന്നെയാണ് പോക്കിമോൺ ഗോയും ഇറങ്ങിയത്. അതുകൊണ്ടൊക്കെയാണ് ഈ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്ലിക്കായി വരുന്നത് കേട്ടോ. ക്രാബി ഗൈസ്, ഇല്ലുസ്ട്രേഷൻ റെയർ, ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ റെയർ, മിസ്റ്റർ മൈം അടിപൊളി. ഇതിൻ്റെ ബാക്കിൽ ഒരു കാർഡ് കൂടി ഉണ്ട്, ഈ ഡോക്കിംഗ്. ബട്ട് നമുക്കിത് ഓൾറെഡി ഉള്ള കാർഡാണ്. ബട്ട് അടിപൊളി ഇല്ലുസ്ട്രേഷൻ റെയർ ആണ്. എനിക്കൊന്ന് ഇതിനകത്ത് 24, 26 ഇല്ലുസ്ട്രേഷൻസ് എങ്ങനെയുണ്ട്. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ഉണ്ട്. ജസ്റ്റ് 2-3 സാധനങ്ങൾ കിട്ടിയാൽ നമുക്ക് അതിന് മാസ്റ്റർ സെറ്റ് വരെ കംപ്ലീറ്റ് ആകാനുള്ള ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. ബട്ട് അത് ഇനിയും കുറച്ചുകൂടി കാർഡ്സ് അതിനകത്ത് കിട്ടാനുണ്ട് ആക്ച്വലി മാസ്റ്റർ സെറ്റ് കംപ്ലീറ്റ് ആവാൻ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കാർഡ്സ് അറിയാണ്ട് 1/1 തന്നെ അലക്സാമും ഡ്രാഗണെയറൊക്കെ ഞാൻ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയാണ്ട് ഞാൻ വിറ്റുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ജാപ്പനീസ് ആയിരുന്നു എൻ്റെ ഇരുന്നത്. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, എന്തൊരു മണ്ടറാണെന്ന് നിങ്ങൾ വിചാരിക്കും. ശരിയാണ്. ഗൈസ്, ബേസിക് എനർജി, സുബാറ്റ്, ഗോൾഡീൻ, ഇഡോറാൻ, ക്യാസ്ലി, ഇഡോറീന, റാറ്റിക്കേറ്റ്, എറിക്കാസ് ഇൻവിറ്റേഷൻ, ഗോൾഡീൻ ഒന്നുകൂടി, ചർമീലിയൻ ആൻഡ് ലാസ്റ്റ് കാർഡ് മിസ്റ്റർ മൈം അഗൈൻ. മിസ്റ്റർ മൈം നമ്മൾ ചതിക്കുന്നത്. നമുക്കിനി എത്ര പാക്സ് കൂടി ഉണ്ട്? നമുക്കിനി 1, 2, 3, 4 പാക്സാണ് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ റെയർ കിട്ടാനുള്ള സാധ്യതയുള്ളൊരു 4 പാക്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോഴും ഈ പാക്കിൻ്റെ ആർട്ട് വർക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മ്യൂട്ടുവിൻ്റെ പുറകിൽ എല്ലാ പോക്കിമോൺസും ഇവിടെ ഉണ്ടാകും. അതായത് വോൾട്ടോർപ്പ് ഉണ്ട്, പിജിയോട്ട് ഉണ്ട്, ലാപ്രസ് ഉണ്ട്, നമ്മുടെ ഡ്രാഗണെയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ട് വർക്ക് തന്നെ ഇതിൻ്റെ അടിപൊളിയാണ്. ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ബോക്സ് ആണെങ്കിലും, അതായത് ഈ കാണുന്ന അൾട്രാ പ്രീമിയം കളക്ഷൻ ആണെങ്കിലും അതിനകത്തും അത്യാവശ്യം നൈസ് ഹിറ്റ്സ് നമുക്കുണ്ടായിരുന്നു. അതിനകത്ത് എനിക്കൊന്ന് 15 പാക്ക് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ 3 പ്രൊമോ കാർഡ്സ്, 3 എക്സ്ക്ലൂസീവ് പ്രൊമോ കാർഡ്സ് ആ ബോക്സിൽ മാത്രം കിട്ടുന്നത്. ഈ പ്രൊമോ കാർഡ്സ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കുറേ പേര് പ്രൊമോ കാർഡ്സിന് കുറേ കിടന്ന് ഓടുന്നുണ്ടാകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം കിട്ടുന്ന കാർഡ്സിനേക്കാളും, അതായത് ഇപ്പോൾ നമ്മൾ പാക്ക് കിട്ടുന്ന കാർഡ്സിനേക്കാളും കുറച്ചുകൂടി റെയറാണ്. അതുകൊണ്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബോക്സിൽ നിന്നും ഒരെണ്ണം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ പ്രൊമോ കാർഡ്സിന് ഭയങ്കര ഡിമാൻഡാണ്. സോ പാരസെക്റ്റ്, പിഗ്ലെറ്റ് ആൻഡ് മച്ചാമ്പ്. സോ ഇതിലും ഒന്നും കിട്ടിയില്ല. നമുക്ക് നമ്മുടെ തേർഡ് ലാസ്റ്റ് പാക്ക്, നമുക്ക് എന്താ പറയുക, ലാസ്റ്റ് പാക്ക് മാജിക്കിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ടൈമാണിത്. നമുക്ക് എന്താവും തീരുമെന്ന് നമുക്ക് നോക്കാം. മാറ്റട്ടെ. നേരെ ഓക്കെ. ഇലക്ട്രിക് എനർജി, മാഗ്നമൈറ്റ്, EV, ടോം ഫോസിൽ, വീഡിൽ, എക്സിക്യൂട്ടോർ, ട്രാവലർ, ആർക്കനൈൻ. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് പോക്കിമോൺ ആണ് ആർക്കനൈൻ. ഫാർഫെച്ച്. എന്തെങ്കിലും സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ ഉണ്ടായത് ഈ കാർഡിൻ്റെ ബാക്കിലാണ് ഗൈസ്. സ്ലോബ്രോ, അപ്പോൾ അതില്ല. ലാസ്റ്റ് കാർഡ് വീണ്ടും ഈ ഡോക്കിംഗ്. അയ്യോ, ഈ പാക്കിലും നമുക്കൊന്നും കിട്ടിയില്ല. നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് പാക്കാണ് ഈ കാണുന്നത്. നമുക്ക് എന്തായി തീരും നോക്കാം. നമുക്ക് ഇതെടുക്കാം ഗൈസ്. തൊട്ട് താഴെ തരുന്ന ഏറ്റവും നമ്മുടെ ലാസ്റ്റ് പാക്ക് എടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് പാക്ക് മാജിക് കിട്ടിയാലോ. ഇരുന്ന് ഓർഡറിൽ വെച്ചിട്ട് നമുക്ക് ഇതുവരെ ആകെ 2 കിറ്റ്സാണ്. 2 കിറ്റ്സേ ഇത്രയും പാക്ക് തുറന്നിട്ട് കിട്ടിയുള്ളൂ. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇതിൽ എന്തായി തീരും നോക്കാം. നിങ്ങൾ അഗൈൻ പോക്കിമോൺ TCG പോക്കറ്റ് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ ഡിസ്കോഡിൽ. സോ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് കാർഡ്സ് ട്രേഡ് ചെയ്യാനും പുതിയ ആൾക്കാർ നമ്മളോട് ജോയിൻ ആകുന്ന അവർക്ക്
വേണ്ട കാർഡ്സ് ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് ഡ്യുവൽ ബാറ്റിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഓക്കെ, അതിൻ്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്കുകൾ. സോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആക്റ്റീവ് പോക്കിമോൺ TCG നോർമൽ TCG കളക്ട് ചെയ്യുന്നവരും അതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. അപ്പോൾ എനമോത് റാറ്ററ്റ എപ്പോറിയോൺ ഞാൻ പറഞ്ഞില്ലേ, EV എവല്യൂഷൻ കണ്ടു തുടങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു ഈ പാക്ക് മൊത്തത്തിൽ നമുക്ക് എതിരായിരിക്കുമെന്ന്. അപ്പോൾ ബട്ട് നമുക്ക് സ്റ്റിൽ 2 കിറ്റ്സ് കിട്ടി. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. നമുക്കൊരു എന്താ പറയുക, വൈറ്റ് ഫ്ലെയറിൻ്റെ ഒരു എലൈറ്റ് ട്രെയിനർ ബോക്സ് തുറന്നിട്ട് നമ്മൾ ലൈവിൽ തുറന്നിട്ട് ഒന്നും തന്നെ കിട്ടാതെ പോയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പാക്കിലേക്ക് കിടക്കാം. നമ്മൾ കോഡ് കാർഡ് കൂടി വെച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, സ്പീറോ, അയ്യോ എനർജി കാർഡ് വെക്കാൻ മറന്നുപോയി. ഓക്കെ, എനർജി ഉണ്ട്. സ്പീറോ, റൈഹോൺ, മജികാർപ്പ്, ഒഡിഷ്, ലപ്രസ്, സൈക്ലിംഗ് റോഡ്, സൈത്തർ, ലപ്രസ്, ട്രോസി ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ഗൈസ് വീണ്ടും വെപ്പോറിയോൺ. ഇത് നമ്മൾ പ്രിസ്മാറ്റിക് എവല്യൂഷൻ നമ്മളെ കളിയാക്കുന്ന പോലെ ഗൈസ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ലാസ്റ്റ് പാക്കിലും ഹിറ്റ്സ് ഒന്നുമില്ല. നമുക്ക് കിട്ടിയ 2 ഹിറ്റ്സ് ലാസ്റ്റ് വയസ്സിൽ മറിച്ചിട്ട് ഗൈസ് ലാസ്റ്റ് വയസ്സ് അവിടെ ഇരിക്കും. നമ്മുടെ കിട്ടിയ 2 ഹിറ്റ്സാണ് ഗൈസ് ഇത്. സോ നമുക്ക് തൽക്കാലത്തേക്ക് ഇതുകൊണ്ട് സമാധാനിക്കാം.